പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു മെഷർ തന്നാൽ, ഒരു അളവ് തന്നാൽ അതിനെ ഭിന്നസംഖ്യാ രൂപത്തിലും അഥവാ ഫ്രാക്ഷൻ ഫോമിലും പിന്നെ അതിനെ ഡെസിമൽ ഫോമിൽ അഥവാ ദശാംശ രൂപത്തിലും ആക്കാൻ പഠിച്ചു. നേരെ ഇൻ റിവേഴ്സ് അഥവാ ആദ്യം ഡെസിമൽ തരും അഥവാ ദശാംശം തരും, എന്നിട്ട് അതിനെ ഫ്രാക്ഷൻ ആക്കണം, എന്നിട്ട് അളവിലേക്ക് മാറ്റണം. അതെങ്ങനെയെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പം 1.45 മീറ്റർ, 1.45 മീറ്റർ, ഇത് നമ്മൾ ഭിന്നസംഖ്യാ രൂപത്തിൽ മീറ്റർ ആണ്. മീറ്റർ ആകുമ്പോൾ മീറ്ററും സെന്റിമീറ്റർ, മീറ്റർ എത്രയിലാണ്? 100 മീറ്റർ സെന്റിമീറ്ററും കണക്കാക്കുക 100. അപ്പോൾ 1.45 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ 45/100 അല്ലേ? 100ൽ 45 ഇങ്ങനെയാണ് ഫ്രാക്ഷൻ ഫോം. ഇത്ര മീറ്റർ. ഇനി ഇതിനെ നമ്മൾ എന്ത് മാറ്റണം? അളവിലേക്ക് മാറ്റണം. അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മീറ്റർ അങ്ങനെ തന്നെ എഴുതുക. പിന്നെ 45 എന്താണ്? മീറ്ററും എന്തുവാണ്? മീറ്ററിന്റെ ചോടുള്ള അളവ് ഏതാ? സെന്റിമീറ്ററാണ്. അപ്പോൾ 1 മീറ്ററും 45 സെന്റിമീറ്ററും, 1 മീറ്ററും 45 സെന്റിമീറ്ററും. ഇതിനെ നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്നറിയോ? ഫുൾ സെന്റിമീറ്ററിലേക്ക് മാറ്റണം. ടോട്ടൽ സെന്റിമീറ്റർ സമം എന്ത് ചെയ്താൽ നമുക്ക് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്ററാണ്, പിന്നെ 45 സെന്റിമീറ്ററാണ്. അപ്പൊ ആകെ എത്ര സെന്റിമീറ്ററാ? 100ഉം 45ഉം 145. ഇത് മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. കാരണം 100, 40, 145, 145, 145 ആണ്ട് ഇത് തന്നെയാണ് 145. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം 1 മീറ്റർ 100 സെന്റിമീറ്റർ ആണ്, പിന്നെ 45 സെന്റിമീറ്റർ കൂട്ടിയാൽ 145 സെന്റിമീറ്റർ. അതേപോലെ അടുത്ത് നോക്കുന്നത് ഇതിവിടെ കിലോഗ്രാമാണ്. കിലോഗ്രാം എത്രയാണ് നമ്മൾ കണക്കാക്കുക? 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. അപ്പം 0.425. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 425/1000 സമം 425 തന്നെയാണ് ഗ്രാം. 425 ഗ്രാം ഈ രൂപത്തിൽ എഴുതാനാണ് പറയും. അപ്പം നേരത്തെ നമ്മൾ ഈ അളവ് തന്ന് ഭിന്നസംഖ്യാ രൂപത്തിലാക്കി, അതിനെ ദശാംശ രൂപത്തിലാക്കി. ഇവിടെ ആദ്യം ഡെസിമൽ ഫോം തന്നു, എന്നിട്ട് അതിനെ ഫ്രാക്ഷൻ ഫോമിലേക്ക് മാറ്റി, എന്നിട്ട് അതിനെ മെഷേഴ്സ് അതിന്റെ അളവിലേക്ക് മാറ്റി. ഇതാണ് വ്യത്യാസം, റിവേഴ്സ് ആണ്. ഇനി അടുത്ത് നോക്കി 5.325 കിലോഗ്രാം. അപ്പം 5,325 കിലോഗ്രാം എത്രയല്ലേ? 1000-ലല്ലേ? 1000 ഗ്രാം അല്ലേ? അപ്പൊ 1000 എത്ര കിലോഗ്രാം? ഇവിടെ കിലോഗ്രാം. ഇനി നമ്മൾ ഇതിനെ മാറ്റണം. 5 കിലോഗ്രാമും സമം 5 കിലോഗ്രാം പിന്നെ 325 ഗ്രാം. 5 കിലോഗ്രാമും 325 ഗ്രാമും. അതിനെ മൊത്തമായിട്ട് ഗ്രാമിലേക്ക് എങ്ങനെ മാറ്റാം? 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. അപ്പൊ 5 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 5000 ആണ്. 5000 ഗ്രാമാണ്. പിന്നെ 325. അപ്പൊ 5000 325 5325 ഗ്രാം സമം ഇങ്ങനെ എഴുതണം. കിലോഗ്രാം ഗ്രാമും ആക്കി എഴുതിയതിനു ശേഷം പിന്നെ ടോട്ടൽ ഗ്രാം എത്ര എഴുതണം? ഇവിടെ നമ്മൾ സെന്റിമീറ്റർ 145 എഴുതിയ മാതിരി 5325 ഗ്രാം. ഇവിടെ നമുക്ക് 425 ഗ്രാം ഉള്ളത്. ഇനി നമ്മൾ കൂട്ടാൻ എന്തില്ല? കിലോഗ്രാം ഇല്ല, ഗ്രാം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ്. അടുത്ത നോക്കുങ്ങള് ലിറ്ററിനെ നോക്കി. ലിറ്റർ മില്ലി ലിറ്ററിൽ എത്രയിലായിരുന്നു? 1000 മില്ലി ലിറ്റർ ആണ് ലിറ്റർ. അപ്പൊ ഇതും 1000-ലാണ്. അപ്പൊ 4,475/1000 എന്ത് ചെയ്യും? 4 ലിറ്റർ 475 മില്ലി ലിറ്റർ. ഇനി 1000-ലാണ്. അപ്പൊ നമ്മൾ ഇതിനെ മാറ്റിയതും 4000 4000 പിന്നെ എത്രയുണ്ട്? 475. അപ്പൊ 4000 പ്ലസ് 475 4475 മില്ലി ലിറ്റർ അല്ലേ? ഈ രൂപത്തിൽ ചെയ്യാൻ പഠിക്കലാണ് ഇന്നത്തെ ക്ലാസ്. ഈ പേജ് നമ്പർ 84. അപ്പൊ ഇത് മനസ്സിലാക്കിയതിന് ശേഷം പേജ് നമ്പർ 84-ലെ ആ വർക്കുകൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, ചില ഭാഗങ്ങളിലൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ടത് നിങ്ങൾ പൂരിപ്പിക്കണം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് അത് നിങ്ങൾ പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്താൽ മതി കേട്ടോ. എല്ലാ കുട്ടികളും ഇപ്പൊ തന്നെ ചെയ്ത് അയച്ചു തരാം.